അസ്സലാമു അലൈക്കും. ഹലോ കൂട്ടുകാരെ, നിങ്ങൾ കഥകൾ കേട്ടിരിക്കുകയല്ലേ? ഞാൻ ഇന്ന് ഇവിടെ ഒരു മോചത്ത് വിവരിക്കാൻ പോവുകയാണ്. ഞാൻ കേട്ടിട്ടില്ലേ നിങ്ങൾ അബൂലഹബിനെ ഖുർആൻ ശപിച്ച മനുഷ്യൻ? അയാളുടെ ഭാര്യയുണ്ട്, അതിലേറെ വൃത്തികെട്ടവൾ, വിറക് ചുമക്കുന്നവൾ എന്നാണ് ഖുർആൻ അവളെ വിശേഷിപ്പിക്കുന്നത്. കേൾക്കണം അവളുടെ ക്രൂരത. മുത്തു തങ്ങൾ നടക്കുന്ന വഴിയിലെല്ലാം കടുത്ത മുള്ളു വിതറും. എന്നിട്ടെന്താ കാര്യം? പൂവിൽ ചവിട്ടി എന്നതുപോലെ മുത്തു തങ്ങൾ അതിലൂടെ ചവിട്ടി നടന്നു പോകും. അത് കണ്ട പീക്കിരി പെണ്ണിന് ദേഷ്യം കനക്കും. അവൾ തെരുവിൽ തുടങ്ങും. കണ്ടില്ല കേട്ടില്ല എന്നതുപോലെ മുത്തു തങ്ങൾ അതിലൂടെ നടന്നു പോകും. മറ്റൊരു നാൾ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്ന വേദിയിലേക്ക് അവൾ ഓടി വന്നു. കണ്ടപാടെ സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവളുടെ നാവ് മോശമാണ്, നബിയെ അങ്ങ് മാറി നിൽക്കണം. നബി ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അവൾ എന്നെ കാണില്ല. അടുത്തെത്തിയ അവൾ പറഞ്ഞു, അല്ല, നബിയെ തിരക്കി. എന്നിട്ട് പറഞ്ഞു, എന്നെ കുറിച്ച് കുറെ തെറിക്കവിത ആരംഭിച്ചിട്ടുണ്ടവൾ. ഉയർത്തിപ്പിടിച്ച കല്ലുകൊണ്ട് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കുറെ പുലമ്പി അവൾ തിരിച്ചുപോയി. കൺവട്ടത്തിൽ നിന്ന് മാറിയെന്ന് ഉറപ്പായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, നിങ്ങളെ എന്താ അവൾ കാണാതിരുന്നത്? നബി പറഞ്ഞു, എൻ്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് വിരിച്ചിരുന്നു. ആ മറവിൽ അവൾക്ക് എന്നെ കാണാൻ കഴിയില്ല. നോക്കൂ, നമ്മുടെ നബിയുടെ മുജത്ത് ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇവയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ഞാൻ പോകട്ടെ. അസ്സലാമു അലൈക്കും.